ഹലോ ഫ്രണ്ട്സ്, വള്ളൂനാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു നല്ലൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ എഴുന്നേറ്റുന്നു, ജോലിയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നേരത്തെ തന്നെ എഴുന്നേറ്റു കേട്ടോ. രാവിലെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി നമ്മൾ ചോറിന് തീയൊക്കെ കത്തിക്കാനുള്ള പുറപ്പെടലാണ് കേട്ടോ. അപ്പോൾ നല്ല ഇരുട്ടാണ് കേട്ടോ. അപ്പുറത്തെ തൊടിയിലൊക്കെ ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ പേടിയൊക്കെ ആവും കേട്ടോ. എന്നാലും ഇപ്പോൾ നമുക്ക് ശീലമായി. നമ്മളിങ്ങോട്ട് മാറി വന്നതിന് ശേഷം നല്ല ശീലമായി, നമുക്കൊരു പ്രശ്നമൊന്നുമില്ല. നല്ല നേരമൊന്നും വെളുത്തിട്ടില്ല കേട്ടോ, ഒരു 4:45 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തീയൊക്കെ കത്തിച്ച് ചോറിന് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് നമ്മൾ മുറ്റയൊക്കെ അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടും എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ എഴുന്നേറ്റാലും അവൻ നമ്മുടെ കൂടെ ഉണ്ടാവും കേട്ടോ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം കേട്ടോ. ആരില്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല, അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എപ്പോഴും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ബാക്കിയുള്ള കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വെള്ളം ഉണ്ടായിരുന്നു, ചൂടുവെള്ളം ഉണ്ടായിരുന്നു, അത് നമ്മൾ കുടിച്ചു വിട്ടു. അപ്പോൾ അത് ഇന്നും ചെയ്യണതാണ്, അത് ഇന്നും അതുപോലെ ചെയ്തു. വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ചോറിന് കുറച്ച് വേവുള്ള അരിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കുളിക്കാനൊന്നും നിന്നില്ല കേട്ടോ. കുളിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചോറിന് അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ടു കേട്ടോ. കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ കഴുകി വെച്ചു. അതിന് ശേഷം വീണ്ടും നമ്മൾ തുടയ്ക്കാൻ പോയി കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് കുളിച്ച് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞു വന്ന് നമ്മൾ ഭഗവാനെ വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. എന്നത്തെയും പോലെ നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ചു. നല്ലൊരു ദിവസം നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ. വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞ് ഏട്ടനെ പോയി വിളിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഏട്ടൻ എഴുന്നേറ്റ് വന്നു. അപ്പോൾ അമ്മയ്ക്ക് നീക്കാൻ വയ്യാത്തതിന് എന്തെങ്കിലും ചെറിയ വല്ല പരിപാടികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, പണികളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഏട്ടനെയായിട്ട് വിളിക്കാറ്. അമ്മയ്ക്ക് നേരത്തെ നീക്കാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് ഏട്ടൻ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു തരും കേട്ടോ. മടിയൊന്നും കാണിക്കാറില്ല. നമ്മുടെ വീട്ടിലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഏട്ടൻ അത് വന്ന് ചെയ്തു തരും. നമ്മൾ വിളിച്ചാൽ നീക്കും കേട്ടോ. അപ്പോൾ ഇന്ന് കടലയും കൊണ്ട് മസാലക്കറി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഏട്ടൻ എനിക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് തരാൻ വേണ്ടി ഏട്ടൻ വിളിച്ചായിരുന്നു. അപ്പോൾ അത് വന്നിട്ട് ഏട്ടൻ അതൊക്കെ അരിഞ്ഞ് തന്നു കേട്ടോ. ഞാൻ മസാലക്കറി വയ്ക്കൽ കടലയൊക്കെ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചു. അപ്പം ഞാൻ ചായക്കുള്ള അവന് ചായ വെക്കുക, എനിക്ക് ചായ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഏട്ടനിങ്ങനെ ഓരോന്നൊന്ന് സംസാരിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഏട്ടൻ ഉള്ളിലേക്ക് അരിയണുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഞാൻ മുടിയൊക്കെ ഇങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് വന്ന് മുടിയൊക്കെ അങ്ങനെ ഇതായി കിടക്കണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പറയും, ഇനി വീഡിയോയ്ക്ക് വേണ്ടി വേണ്ട കേട്ടോ എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പക്ഷെ ശരിക്കാണ് കേട്ടോ ചെയ്തത്. എന്നെ ഏട്ടൻ ഓരോന്ന് പറഞ്ഞ് കളിയാക്കണുണ്ട്. ഓൾറെഡി ഞാനും ഏട്ടനും പണിക്ക് ഒരു അടുക്കളയ്ക്ക് നമ്മൾ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ ഞാനും ഏട്ടനും എന്നും ഇങ്ങനെയാണ് കേട്ടോ. ഒരുമിച്ച് എന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ പണികളൊക്കെ ചെയ്യും. ഇപ്പോൾ ഏട്ടൻ ചെയ്യുമ്പോൾ അതിന് വായു എന്ന് വിളിക്കും. ഞാൻ വെച്ചാൽ ഏട്ടനും കൂടെ കൊടുന്ന് അടുത്ത് കൊടുന്ന് ഇരുത്തുട്ടോ. അപ്പോൾ പറയും, നിനക്കെപ്പോഴും ഞാൻ കൂടെ വേണമല്ലേ എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കൂടെ നിന്നാലും ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വഴക്കൂടാറുണ്ട് കേട്ടോ. അത് നമ്മൾ എല്ലാം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, വഴക്കാണ്. പക്ഷെ അത് 10 മിനിറ്റ് നേരത്തിനേ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വഴക്കൊക്കെ കൂടും. പക്ഷെ അതുപോലെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു കൊടുക്കാനൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ പണികളും അങ്ങനെയൊക്കെ ചെയ്യും കൂട്ടത്തിൽ. ഞങ്ങളൊരു എന്താ പറയുക, ഭാര്യയും ഭർത്താവ് എന്നുള്ളതിനുപരി നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്സും കൂടിയാണ് ഞങ്ങൾ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തുറന്ന് പറയാനും സംസാരിക്കാനും. ഇപ്പോൾ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ചോദിച്ച് എന്നെ കളിയാക്കുന്നു കേട്ടോ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഞങ്ങൾ നല്ല കൂട്ടാണ്. ഞാൻ ഏട്ടനും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് തന്നെ വേണമെന്ന് പറയാം. അങ്ങനെ നമ്മൾ ഓരോ പണികളൊക്കെ ചെയ്ത് നമ്മൾ വിസിലൊക്കെ വന്നു. കടൽ വെന്തുകൊണ്ടിരിക്കുന്ന വിസിലൊക്കെ വന്നു കേട്ടോ. ഞാൻ ഏട്ടന് എത്രയും അടുപ്പുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രേമിച്ചിട്ടോ നമ്മൾ കല്യാണം കഴിച്ചൊരു 7 വർഷത്തോളം പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. ഭയങ്കരമായ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫാമിലി ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടാട്ടോ നമ്മൾ കല്യാണം കഴിച്ചത്. നമ്മൾ നേരൊക്കെ വെളുത്ത് വന്നിട്ടുണ്ട്, നമ്മൾ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വന്നിട്ടുണ്ട്. പാടത്തെ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാടത്തെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് നെല്ലൊക്കെ കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് രാവിലെ ആയതുകൊണ്ട് കൊണ്ടുപോലെ നെല്ല് ഇതാക്കലൊക്കെ രാവിലെ ആയതുകൊണ്ട് നമുക്ക് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ ഏട്ടനും ജോലിക്ക് പോവുകയാണല്ലോ. അപ്പം നമ്മുടെ കുട്ടൂസ് മണികളൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. 2 പേർക്ക് എഴുതാണ്ട് കേട്ടോ, പഠിക്കാൻ കേട്ടോ. അപ്പം അമ്മ ചായയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പം അമ്മ ചായയൊക്കെ ഇരുന്ന് കുടിക്കുകയാണ്. നമ്മൾ കുട്ടികളിൽ നിന്ന് പഠിക്കണുണ്ട് കേട്ടോ. കണ്ണനെ പഠിക്കാൻ എത്തിയൊരു മടിയുണ്ടെന്നറിയോ, എഴുതാനില്ല, വായിക്കാൻ. കുറച്ച് വായിച്ചു കഴിഞ്ഞാൽ അമ്മ ഇനി ഞാൻ നിർത്തുകയാണ് കേട്ടോ, എനിക്കത് പഠിഞ്ഞു എന്നൊക്കെ പറയണം. കാശിക്കുട്ടനെ എഴുതാണ്ട് കേട്ടോ, 4 വരക്കോപ്പി 2 വരക്കോപ്പിയൊക്കെ എഴുതാണ്ട്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ സ്പെഷ്യല് നമ്മൾ സേമിയ ഉപ്മാവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കടല മസാല ഇട്ടതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെന്ത് വന്നു. വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ സേമിയൊക്കെ ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ ചായ ചൂട് പോയി എന്ന് പറഞ്ഞിട്ട് അമ്മ അപ്പുറത്ത് ചായ ചൂടാക്കണുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ പണികൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമുക്ക് പോവാൻ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനൊക്കെ ഇതൊക്കെ റെഡിയാക്കി വരുമ്പോഴേക്കും ഏട്ടൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി കേട്ടോ. അപ്പോഴേക്കും ഏട്ടൻ വരുമ്പോഴേക്കും
ചായയൊക്കെ ആറ്റി സെറ്റാക്കിയിട്ട് അങ്ങനെ നല്ല ചൂടുള്ള ചായ ഒന്നും കുടിക്കില്ല കേട്ടോ. ഒരു ലേറ്റ് ചൂടേ പറ്റുള്ളൂ. അപ്പോൾ എനിക്കത് നല്ല ചൂട് വേണേന്. അപ്പോൾ ആ ചായയൊക്കെ ഞാൻ ആറ്റി സെറ്റാക്കി വെച്ചു. ഇതായിട്ടൻ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിക്കുകയാണ്. നമുക്കെന്നും പറയുള്ള പ്രാരാബ്ദത്തിൻ്റെ കണക്കല്ലേ പറയാൻ. അപ്പോൾ വീട് പണീൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. കുറച്ച് വർക്കും കൂടി ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് പൈസയും കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ കൂടുതൽ ചായ അതാണ് നമ്മൾ ഗൗരവപരമായി സംസാരിക്കുന്നതായിട്ട് ഇരുന്നിട്ട്. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കൂട്ടത്തിൽ ഞങ്ങൾ. ഒരുപാട് പേര് മെസ്സേജ് അയച്ചും കമൻ്റ് അയച്ചൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട് വീട് പണി എന്തായി എന്ന്. നമ്മൾ വീഡിയോയിൽ എന്തായാലും നമ്മുടെ വീട് പണിയുടെ അപ്ഡേഷൻ അപ്പോൾ കൊടുത്തിട്ടിരിക്കും. നമ്മൾ ആൾക്കാർ ഒരുപാട് പേര് സ്നേഹത്തിൻ്റെ പുറത്ത് നമ്മളോട് ചോദിക്കുന്നത് എന്തായാലും നമ്മൾ മറക്കില്ലല്ലോ. എന്തായാലും നമ്മൾ അതിനെ വീഡിയോ നമ്മൾ ചെയ്യും വീട് പണി നടക്കണുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. സൺഷെയ്ഡിൻ്റെ പണികളൊക്കെ നമ്മൾ ഒരുക്കമാനങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. പൈസയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിന് ഇതാവാത്തത്. അതാണ് വീഡിയോസൊന്നും വരാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട് പണിയുടെ കാര്യങ്ങൾ ഉറപ്പായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, വീഡിയോയിൽ ചെയ്യും. ഇതിപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ വീഡിയോസ് നമ്മളെ സ്നേഹപൂർവ്വം നമ്മളൊരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. അവർക്കൊരു മറുപടി ആവുമല്ലോ. എല്ലാം നമുക്ക് കമൻറ്റിനൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു നമ്മൾ നേരെ പിന്നെ മേക്കപ്പ് ചെയ്യാൻ പോയിട്ടോ. കൂടുതൽ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. ഒരു പൊട്ട് വയ്ക്കും, ഒരു ചന്ദനക്കുറി ഇടും, ഐലൈനർ ഒന്നും ചെയ്തിട്ടോ. വീട്ടിലൊന്നും നമ്മൾ കൂടുതലൊന്നും ചെയ്യാറില്ല. എല്ലാവരും നമ്മൾ ഈ ഇടയ്ക്ക് ഒരു ഫൗണ്ടേഷൻ്റെ വീഡിയോ ചെയ്തതൊക്കെ നമ്മളോട് പറഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ ഒരു ക്രീം യൂസ് ചെയ്യാറില്ല കേട്ടോ. സത്യം പറയാലോ, ഒരു ക്രീം ഞാൻ യൂസ് ചെയ്യാറില്ല. നമുക്കൊരു പ്രൊഡക്റ്റ് അയച്ച് തന്ന് അതിൻ്റെ റിവ്യൂ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മളത് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരുപാട് എനിക്ക് കമൻറ്റുകൾ വന്നു കേട്ടോ. എനിക്ക് നിങ്ങൾ ഈ പരിപാടി തുടങ്ങിയെന്ന് ഒരു 1000, 2000, 3000 നമുക്ക് ആ വീഡിയോ ചെയ്ത് കിട്ടുകയാണെന്ന് വെച്ചാൽ നമുക്കത് വീട് പണിക്ക് യൂസ്ഫുള്ളാവില്ലേ. നമ്മുടെ ആവശ്യങ്ങൾക്ക് യൂസ്ഫുൾ അത്രയും നമ്മൾ അവർക്കൊരു വീഡിയോ ആവും, നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കൊരു പൈസയാവും. അത്രയും നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ ആ ഒറ്റ വീഡിയോയ്ക്ക് നമുക്ക് ഒരുപാട് ബാഡ് കമൻറ്റ് വന്നായിരുന്നു കേട്ടോ. ഇപ്പോൾ പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമല്ല, പറഞ്ഞു എന്നുള്ള ഒരുപാട് കമൻറ്റ് വന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞു. നമുക്കത് മോശമായിട്ട് നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ കമൻറ്റുകൾ വന്ന് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പോകാനുള്ള മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഷാളൊക്കെ കുത്തി നമ്മൾ ചോറൊക്കെ നിറച്ചപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങണം. നമ്മുടെ കൂട്ട് പിന്നാലെ വരണുണ്ട് കേട്ടോ. കൂട്ടൂര് നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നാലെ വരെ ഓടി വരണുണ്ട് കേട്ടോ. ഇനി റോഡിൻ്റെ അതുവരെ ഓടി വരും നമ്മളെ കൂടെ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ പോവുകയാണ് കേട്ടോ. ബൈക്കിൽ ഞാനും ഏട്ടനും കൂടി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.